മിനി പാകിസ്ഥാൻ പരാമർശത്തിൽ മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. മന്ത്രി നിതീഷ് റാണയ്ക്കെതിരായ പ്രതിഷേധം കനക്കുന്നതിനു പിന്നാലെ വിവാദ പരാമർശവുമായി ബി.ജെ.പി. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി. കേരളം ഇമ്മിണി വലിയ ജിഹാദിസ്ഥാൻ തന്നെയാണെന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രി പിണറായി വിജയനും PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിമർശനം. നേതാവിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: കേരളത്തെ കുട്ടി പാകിസ്ഥാൻ എന്ന് വിളിച്ചതാണല്ലോ ഇപ്പോഴത്തെ വിവാദം. സത്യത്തിൽ കേരളം ഇമ്മിണി വലിയ ജിഹാദിസ്ഥാൻ തന്നെയാണ്. അതിന് ഉത്തരവാദികളിൽ ഒരാൾ പിണറായിക്കൊപ്പം കാണുന്ന ഈ താടിക്കാരനും തൊപ്പിക്കാരനും മാത്രമാണ്. സംശയമുള്ളവർ 3 പതിറ്റാണ്ട് മുൻപ് ഇദ്ദേഹം കേരളത്തിലെമ്പാടും നടത്തിയ പ്രഭാഷണങ്ങളുടെ കാസറ്റുകൾ ഒന്നുകൂടി കേട്ടുനോക്കൂ. കാസർകോട്ട് നിന്നും കണ്ണൂരിൽ നിന്നും ആലുവയിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ മുസ്ലിം ചെറുപ്പക്കാരെ സിറിയയിൽ ആടുമേയ്ക്കാൻ അയച്ചത് ഇയാളെപ്പോലുള്ള തീവ്രവാദികളാണ്. ഇതുപോലെയുള്ള ദേശവിരുദ്ധരുമായി CPM ഉണ്ടാക്കിയ അവിഹിത കൂട്ടുകെട്ടുകൾ കേരളം ഒരിക്കലും മറക്കില്ല, പൊറുക്കില്ല എന്നാണ് അബ്ദുള്ളക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. ദിവസങ്ങൾ ഇത്രയായിട്ടും മിനി പാകിസ്ഥാൻ വിഷയം കത്തി നിൽക്കുകയാണ്. കേരളത്തെയും മലയാളി വോട്ടർമാരെയും അധിക്ഷേപിച്ച് BJP നേതാവും മഹാരാഷ്ട്രയിലെ മന്ത്രിയുമായ നിതീഷ് റാണയാണ് കേരളം മിനി പാകിസ്ഥാൻ ആണ് എന്ന് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ചത് അതുകൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. BJP നേതാവ് പൂനെയിൽ നടത്തിയ പ്രസംഗം ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് ചർച്ചയായത്. എന്നാൽ ഇതിനു പിന്നാലെ പലരും പ്രതികരണവുമായി രംഗത്തു വന്നു. ഭരണഘടനയെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പ്രതികരിച്ചു. NCP ശരത് പവാർ പക്ഷവും മന്ത്രിയെ വിമർശിച്ചു. 2019ലും 2024ലും നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നിന്ന് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. 2ാം തവണ 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച രാഹുൽ റായ്ബറേലി മണ്ഡലം നിലനിർത്തിയതോടെ വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുകയും പ്രിയങ്ക മത്സരിച്ച് വിജയിക്കുകയുമായിരുന്നു. ഇക്കാര്യം സൂചിപ്പിച്ചാണ് മഹാരാഷ്ട്രയിലെ തുറമുഖ ഫിഷറീസ് മന്ത്രിയായ നിതീഷ് റാണെ കേരളത്തെ അധിക്ഷേപിച്ചത്. നേരത്തെയും വിവാദ പ്രസ്താവനകൾ നടത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ വിവാദ പ്രസ്താവന നടത്തി മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു നിതീഷ് റാണെ. രാംഗിരി മഹാരാജ് സന്യാസിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മുസ്ലിങ്ങളെ പള്ളിയിൽ കയറി തല്ലുമെന്നായിരുന്നു ഒരു പ്രസ്താവന. ഇതിന്റെ വീഡിയോ പ്രചരിച്ചതോടെയാണ് വിവാദമായത്. ഹിന്ദുക്കളല്ലാത്തവരുമായി ഇടപാട് നടത്തരുതെന്ന് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരോട് റാണെ ആവശ്യപ്പെട്ടതും വിവാദമായിരുന്നു. പ്രകോപന പ്രസ്താവനകൾ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കെയാണ് റാണെ വീണ്ടും വിവാദത്തിൽ കുരുങ്ങിയത്. അതേസമയം നിതീഷ് റാണയ്ക്കെതിരെ പ്രതികരിക്കുന്നതിനിടയിൽ കേന്ദ്രത്തിന്റെ നെറികേടിനെ കുറിച്ചും സംസാരിച്ചിരുന്നു പവൻ ഖേര. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഉന്നയിച്ചത്. മൻമോഹൻ സിംഗിന് മുൻപ് ഏത് പ്രധാനമന്ത്രിയെയാണ് നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചതെന്ന് BJP വ്യക്തമാക്കണമെന്നായിരുന്നു പവൻ ഖേര പറഞ്ഞത്. ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ച് ദിവസങ്ങളായിട്ടും സ്ഥലം അനുവദിക്കാത്തതിന്റെ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഗൗതം അദാനിക്കാണെങ്കിൽ ഏത് ഭൂമിയും നൽകിയേനെ. ചോദ്യത്തിന് ഉത്തരം നൽകാതെ എന്തിന് വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാണ് പവൻ ഖേര വിമർശിച്ചത്. അതേസമയം മൻമോഹൻ സിംഗിന് സ്മാരകത്തിനു പിന്നാലെ ഭാരതരത്നം നൽകണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തു വന്നിരുന്നു. ഭാരതരത്നം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം തെലങ്കാന സർക്കാർ പാസാക്കിയതിനു പിന്നാലെയാണ് നേതാക്കൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ സിഖ് വോട്ടുകളിൽ കണ്ണുവെച്ചാണ് കോൺഗ്രസ് നീക്കമെന്ന് BJPയും വിമർശിക്കുന്നുണ്ട്.